ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. മോളെ എവിടേക്കാ വരുന്നേ? അവളുണ്ട് കഴിച്ച് ജിമ്മിലിരിക്കുന്നത്. അപ്പം അവളുണ്ട് ജിമ്മിക്കുന്നത്. അപ്പം ഞാൻ അവളെയും കൊണ്ട് പോവാണ്. എന്നിട്ട് നമ്മുടെ ഉണ്ണി ശാഖർമാമ തിരിച്ചു പോരുമ്പോൾ ശാഖർമാമ കൂടെ തിരിച്ചു പോരണം. ജിമ്മിക്കില്ലേ? അമ്മ ജിമ്മിക്കാ പോണതേ. അമ്മ ജിമ്മിലേക്ക് പോണതേ. ജിമ്മിക്കില്ലേ? നമ്മ പോട്ടെ. ജിമ്മ് അവൾക്ക് ഇഷ്ടമല്ല ഗൈസ്. കാരണം അന്ന് ഏട്ടൻ്റെ കൂടെ പോയിട്ട് അവൾക്ക് എല്ലാവരും വിളിച്ചായിരുന്നേ. ആൾക്കാരെ മുന്നിൽ സംസാരിക്കാനൊക്കെ അവളുടെ അടുത്ത് വന്നതുകൊണ്ട് അവൾക്ക് ജിമ്മ് പേടിയപ്പോൾ നമ്മ പോട്ടെ. പോയിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ, ഒരു മാട്ട്. കാട്ട് ഇവിടെ അല്ലേ, പിന്നെ എവിടെ? നാട്ട്. ഓ, ലിപ്സ്റ്റിക്ക് ഇട്ടോടത്ത് ഉമ്മയ്ക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ജിമ്മിന് പോകാം. ടാറ്റാ. ജിമ്മിന് പോയിട്ടില്ല ഗൈസ്. ഏട്ട എണീറ്റിട്ട് പോലില്ല. ഉള്ളിക്ക് പൊക്കോ ചെല്ലേ. അമ്മ പോയേ പോവോ? പോണേ. ബൈ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ. കുറേ നാളായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട്. എനിക്ക് തോന്നുന്നു അമ്മ ഒരു 1.5 മാസം മുന്നൊക്കെ അമ്മയും ഉമ്മളും കൂടിയിട്ട് ചേച്ചി വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ, അമ്മ, ഏട്ടൻ, പിള്ളേർ, ഷാക്കിറ ഉണ്ടെന്ന് കൂടെ ഉള്ളത്. അപ്പോൾ ഷാക്കിറ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല. അവന് പുറത്തിങ്ങനെ നിൽക്കും കേട്ടോ. ഞങ്ങൾ വരുന്നേരം അവൻ്റെ ഫ്രണ്ടിൻ്റെ കടേൻ്റെ അവിടെ. അപ്പോൾ അവനവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞങ്ങൾ അവിടെ തന്നെയാണ് ചെരുപ്പൊക്കെ ഇടാറ്. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കണില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു ഏട്ടനെ വിളിച്ചുകൊണ്ട് ടോക്കൺ എടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെയാണ് ഉള്ളിലേക്ക് കയറുക. കാരണം പിള്ളേരൊക്കെ എടുത്ത് കുറേ നേരം ക്യൂ നിൽക്കാന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ഞങ്ങൾ തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം പോയപ്പോഴാണ് ഞങ്ങൾ ക്യൂ നിന്നത്. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട് ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ക്യൂ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഗൈസ്. കാരണം എൻ്റെ ഒരു ചേച്ചി, എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിച്ച് പോയിട്ട് ഗുരുവായൂർക്ക്. അപ്പോൾ ചേച്ചിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ടോക്കൺ എടുക്കാറുണ്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈം തൊട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഗുരുവായൂരത്തേക്ക് കയറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. മീൻസ് എൻ്റെ വല്ല കൂട്ടുകാരോ അതൊക്കെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അമ്പലത്തിനുള്ളിൽ കയറിക്കൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു സിന്ദൂര ചെപ്പ് വാങ്ങണം. സിന്ദൂര ചെപ്പും വാങ്ങി. പിന്നെ മോൾക്ക് ഒരു 2 കോട്ട് ഇങ്ങനെ ഉടുപ്പില്ലേ, നല്ല സെറ്റിൻ്റെയൊക്കെ ഒരു ഉടുപ്പുണ്ടാവില്ലേ, അപ്പോൾ അത് 2 കൂട്ട് വാങ്ങി. പിന്നെ എനിക്കൊരു സിന്ദൂര ചെപ്പും വാങ്ങി. പിന്നെ അവർക്ക് ടോയ്സ് പതിവ് പോലെ തന്നെ. അപ്പോൾ ഞാൻ ഒരു കടയിൽ കയറിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ കടയിൽ കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞങ്ങൾ നമ്മൾ വല്ലപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട്. എന്നാൽ അമ്പടൂരിന് ഗുരുവായൂർ അമ്പലത്തിൽ ചോറ് കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ട ഫുഡൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് ചിക്കൻ ലോലിപ്പോപ്പ്, സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൂപ്പ് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല. മിഷനാട്ടിൻ്റെ നിന്നാണ് കേട്ടോ അങ്ങനെ സൂപ്പ് കുടിക്കുന്ന ശീലം കിട്ടിയത്. പക്ഷേ കിടുവിന് ഇഷ്ടമാണ് സൂപ്പ്. കിടുവും സൂപ്പ് കുടിക്കും കേട്ടോ. അപ്പോൾ ഉമ്മളും കുടിക്കും. പക്ഷേ കിടുവാണ് ഒന്നും കൂടി അടിപൊളിയായിട്ട് കുടിക്കുന്ന ആൾ. അപ്പോൾ ഉമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല സൂപ്പ് കുടിക്കുന്ന എടുത്തിട്ട്. പക്ഷേ കിടു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുടിച്ച് നോക്കാറുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല. കിടു പക്ഷേ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് കുടിച്ച് നോക്കി. പിന്നെ അവൾ ഒറ്റയ്ക്ക് കുടിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൾ ഒറ്റയ്ക്ക് കുടിച്ച് ശരിയാവില്ല. ഉള്ള ഡ്രസ്സിലൊക്കെ ആക്കും. കിടു ആകുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് അവന് ഡ്രസ്സിലാക്കും. എന്നാലും കുഴപ്പമില്ലാതെ അവൻ ഊതി കുടിക്കാനൊക്കെ അവനറിയാം. പക്ഷേ ഉമ്മൾക്ക് അങ്ങനെ അത്രയും ഇതായിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാവില്ലേ, ഫോർക്ക് വെച്ച് കഴിക്കുന്ന ഐറ്റംസൊക്കെ അവളാണ് ഒന്നും കൂടി അടിപൊളിയായിട്ട് കഴിക്കുക. സ്പൂൺ വെച്ച് കഴിക്കുന്ന സംഭവങ്ങളിൽ അവളത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം കിടു സ്കൂളിലേക്ക് സ്പൂൺ കൊണ്ടുപോകുന്നതുകൊണ്ട് അവന് സ്പൂൺ വെച്ച് മാനേജ് ചെയ്ത് കഴിക്കാറിയാം. പക്ഷേ മോൾക്ക് അങ്ങനെ ഫോർക്ക് അവൾ അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷേ സ്പൂൺ അവളത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും കഴിക്കും കേട്ടോ. എന്നാലും ഇങ്ങനത്തെ ലിക്വിഡ് പോലത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് അവൾ തന്നെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അപ്പം ഞാൻ അവൾക്ക് കൊടുത്തു. അപ്പം പിന്നെ ചിക്കൻ ലോലിപ്പോപ്പൊക്കെ വന്നപ്പോൾ പിന്നെ അവൾ പതിയെ സൂപ്പൊക്കെ മാറ്റി എനിക്ക് ചിക്കൻ ലോലിപ്പോപ്പ് മതി പറഞ്ഞപ്പോൾ ഞാൻ
ബൗൾ ഞാൻ അവർക്ക് തിരിച്ച് കൊടുത്തു കേട്ടോ. അവർക്ക് ഏകദേശം കഴിഞ്ഞായിരുന്നു അതിലത്തെ. അപ്പോൾ എല്ലാവരും കഴിക്കലും കഴിഞ്ഞിട്ടും ഉമ്മോളുണ്ടായതിന് ശേഷം ഞാൻ ലാസ്റ്റാണ് എല്ലാവരും പോയിട്ട് സദ്യക്ക് വരെ അടുത്ത ട്രിപ്പ് ഇരുന്നിട്ട് ഞാൻ എണീറ്റ് പോകുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഉമ്മോളുണ്ടായതിന് ശേഷം. കാരണം അവൾ പതുക്കെ കഴിക്കുള്ളൂ. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ രാവിലെയാണ് ജിമ്മ്. അപ്പോൾ സാറ്റർഡേ. അപ്പോൾ എനിക്ക് രാവിലെയാണ് ജിമ്മുള്ളത്. അപ്പോൾ ഞാൻ 9 മണിക്കാണ് എനിക്ക് ജിമ്മ്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകേണ്ട വെച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സും മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലത്തെ ഒരു മിറ്റടിക്കലും മടിച്ച് വരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇവിടെ ഇട്ടറിഞ്ഞിട്ട് നമുക്ക് പോലും നടക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ കിടു എണീറ്റ് വന്നിട്ടുണ്ട്. ഉമ്മോളും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മോളും എണീക്കാൻ കുറച്ചുകൂടി ലേറ്റാവും. അപ്പോൾ ഞാനവിടെ ഉണർത്തിയില്ല കേട്ടോ. ഉണർത്താണ് ഞാൻ വേഗം കിടു എണീറ്റ് വന്ന് അവനൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വേഗം കഴിച്ചിട്ട് ഞാൻ പോയിട്ട് അപ്പോഴേക്കും ടൈം ആയിരുന്നു. കിടു ഇന്നലെ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് സ്ലൈമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ലൈം ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ്റെ സ്ലൈം ആകെ കാറ്റത്തിരുന്നിട്ട് ആകെ ഉണങ്ങി പിടിച്ചതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറിയില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് അപ്പോൾ ഇന്ന് ഏട്ടൻ എണീറ്റിട്ടില്ല. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഷാക്രൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് ഷാക്ര വരുന്നതുകൊണ്ട് ആ ടൈം ആകുമ്പോൾ അവരാണ് എന്നെ ആക്കി തരാറ്. അപ്പോൾ ഇത്ര നേരത്തെ ഏതാണ് വീട്ടിലാരോഗ്യം ഞാൻ ഓട്ടോ ഓടിച്ചിട്ടാണ് പോകുന്നത്. കറക്റ്റായിട്ട് കാർ ഓടിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് വേണം പിന്നെ ഞാൻ കാർ ഓടിച്ച് പോകാം. ഞാൻ ഓടിക്കാൻ പോട്ടെ വണ്ടി. എന്താടാ നിനക്ക് എൻ്റെ വിശ്വാസമില്ലാത്ത ചക്രേ പട്ടി. ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ പിന്നെ കാത്തോടെ പോയി നിൽക്കണേ. ഒരു പട്ടി വന്ന് എൻ്റെ ഫ്രണ്ടിലോട്ട് ഇരുന്ന് ഞാൻ പേടിച്ചു. ഒരു നിമിഷം ആ പട്ടി എവിടെ? പട്ടി അവിടെ പോയിരിക്കുന്നുണ്ട്. അല്ല ഇവിടെ നിൽക്കണം. ഏട്ടനെ ഇപ്പൊ ഞാൻ പേടിച്ച് വരയ്ക്കോടെ കിടന്നിട്ട് ശാക്രനോട് എനിക്ക് ചിത്രത്താൻ ഞാൻ പേടിക്കുന്നില്ല. ഞാൻ വഴക്ക് പറയരുത്. നിങ്ങൾ സമാധാനത്തിൽ പറയണേ. അപ്പൊ ഞാൻ സൂട്ടു ചേച്ചിയുടെ മിട്ടിട്ട് ഞാൻ പൊക്കോട്ടെ. പഠിച്ചു വരുന്നുള്ളൂ. ചേച്ചി മാറുന്നോ? ഞാനിപ്പോ ഇവിടെ വീട് എടുക്കുന്നറിയോ? ഈ ബാങ്ക് കയറ്റാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തിട്ടുള്ള ഞാൻ ഈ ബാങ്ക് കയറ്റിനായിരുന്നു ആലോചിക്കാൻ വേണ്ടി. ചവിട്ടിനെ കാണണ്ട പൊട്ടാ. ജിമ്മ് കഴിഞ്ഞ് വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കലൊന്നും നടന്നില്ല കേട്ടോ ഗൈസ്. വേഗം വന്ന് കുളിച്ച് റെഡിയായി. പിന്നെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് നേരെ ഉമ്മോളും കൊണ്ട് ഡാൻസിന് പോയിട്ട്. എന്തായാലേ പിള്ളേർ വളർന്ന് വരുന്നതോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുക എന്ന് പറയില്ലേ. ഇപ്പോൾ ശനി ഞായർ ആയ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സാരമില്ല, നമ്മുടെ പിള്ളേർ നന്നായിട്ട് അവർ പഠിച്ച് നന്നായി വളരട്ടെ. അപ്പോൾ ഇതാ ഞാൻ നേരെ 12 മണിക്കായിരുന്നു ഉമ്മോളെ ഡാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 11 മണിയാകുമ്പോഴേക്കും എത്തി, കുളിച്ചു, ഫ്രഷായി, പിള്ളേരൊക്കെ കഴിക്കാൻ കൊടുത്തു. അവർ ഉമ്മോളെ റെഡിയാക്കി സെറ്റാക്കി ഞാൻ എന്താ ഉമ്മോളും കൂടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.